ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ ഇന്നത്തെ മലയാളം ക്ലാസ്സിലെ വർക്ക്ഷീറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ മലയാളം ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ വിക്ടേഴ്സിൽ പോയി കാണണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ എല്ലാവരും ദിവസവും നമ്മുടെ ക്ലാസ് എടുത്ത് നോക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുന്നത്. എല്ലാവരും സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗം 3 തവണ വായിച്ചോ? 3 തവണ വായിക്കാത്തവരൊന്ന് കൈപൊക്കിക്കേ. എന്നാൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 3 തവണ വായിക്കണം കേട്ടോ. മിനിമം 3 തവണ വായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗുരു നിത്യ ചൈതന്യയതിയുടെ ഇത്തിരിക്കാര്യം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗം. നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ഇരുളടഞ്ഞ മൂലകളിൽ സ്നേഹത്തിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് വർണ്ണപുഷ്പങ്ങൾ വിരിയിച്ച് സുന്ദരമാക്കാൻ സാധിക്കും എന്ന സന്ദേശമാണ് ഈ പാഠം നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം: പാഠഭാഗം ഉച്ചാരണ ശുദ്ധി, ഭാവം, ശബ്ദവ്യതിയാനം, ആശയവ്യക്തത എന്നിവ പാലിച്ച് ഉറക്കെ വായിക്കുക. നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് ഉച്ചാരണ ശുദ്ധി, ഭാവം, ശബ്ദവ്യതിയാനം, ആശയവ്യക്തത എന്നിവ ഉൾക്കൊള്ളിച്ച് പാഠഭാഗം വായിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം കണ്ടെത്താം, എഴുതാം. കുട്ടൻ ക്ഷുഭിതനായതെന്തുകൊണ്ട്? ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്ത്? മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് ഏതാണ്? ചേട്ടാ, ഇത് വെറുമൊരു മൈനയല്ല. എന്തുകൊണ്ടായിരിക്കാം ലൈല ഇങ്ങനെ പറഞ്ഞത്? മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം. കുട്ടൻ ക്ഷുഭിതനായത്: കുട്ടനും ലൈലയും മുറ്റത്തിരുന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരികിൽ ഒരു മൈന വന്നിരുന്നു. കുട്ടൻ അതിനെ പിടിക്കാനായി ചെന്നു. കുട്ടനെ പറ്റിച്ചു. അത് പറന്നുപോയി മാവിൻ കൊമ്പിൽ ഇരുന്നു. അത് കണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. ഇനി, ഒരു തരത്തിലുള്ള പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഒരു ഉപദ്രവവും വരുത്തരുതെന്നാണ് അമ്മയുടെ ഉപദേശം. മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? മൈനയുടെ മധുരമായ പാട്ട് കേട്ടപ്പോൾ അതിൽ ഉണങ്ങിയതും മുരടിച്ചതുമായ ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുവായ തളിരിലകൾ കൊമ്പുകളിൽ നിറഞ്ഞു. മാത്രമല്ല, കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂങ്കുലകൾ ഉണ്ടായി. മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ടേത്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. അപ്പോൾ ഈ വരികളാണല്ലേ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങൾ എഴുതുക. ഇനി ഇത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും വേണമെങ്കിൽ ഒന്ന് പാസ് ചെയ്ത് വെക്കുക. കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? അപ്പോൾ അത് നിങ്ങൾ അത് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞ് അടുത്തത് എഴുതിയെടുക്കുക. ഇവിടെ പാസ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് എഴുതിയെടുക്കുക. അത് ഇവിടെ പാസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ആരുടെ വാക്കുകളാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. അത് മൈനയാണല്ലേ പറയുന്നത്. കവിതയിൽ മൈനയുടെ വാക്കുകളായിട്ടാണ്. പിന്നെ ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും, സദാ കരുണാകര നൽകുന്നുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അത് അമ്മയുടെ വാക്കുകളാണ്. അപ്പം ഇതൊക്കെ നിത്യചൈതന്യയതിയുടെ വാക്കുകളാണ്. അപ്പോൾ അതിൽ കഥാഭാഗത്ത് മൈനയുടേതായിട്ടും അമ്മയുടേതായിട്ടുമാണ് പറയുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്. കരുണ ചെയ്യുന്നവനായ ദൈവമേ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കാനുള്ള അനുകമ്പയും നിന്റെ തിരുസ്വരൂപത്തെ വിട്ടകലാത്ത ചിന്തയും എപ്പോഴും തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നെ അടുത്തത് വൃദ്ധി, വളർച്ച, ക്ഷുഭിതൻ, കോപിച്ചവൻ, ശോഭ, ഭംഗി, ജഗത്ത്, ലോകം, മൃദുലം, മാർദ്ദവമുള്ളത്, വ്യാപതി, തടസ്സം, പീഡ, ഉപദ്രവം. ഇനി അവസാനത്തെ പ്രവർത്തനം 4. ആ മുന്നിൽ ചേരുമ്പോൾ വിപരീതാർത്ഥം വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതൂ. സാധാരണം, അസാധാരണം.
ഭിന്നകം അഭിന്നകം. പിന്നെന്താണ്? യോഗ്യൻ അയോഗ്യൻ, യോഗ്യൻ അയോഗ്യൻ. ചഞ്ചലം അചഞ്ചലം, ചഞ്ചലം അചഞ്ചലം. ഭംഗി അഭംഗി, ഭംഗി അഭംഗി. അപ്പോൾ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? വ്യക്തം അവ്യക്തം, വ്യക്തം അവ്യക്തം. ആ മരം മുറ്റത്തിനൊരു അഭംഗിയായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ വെച്ചിട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. അവൾ പറഞ്ഞതൊന്നും അവ്യക്തമായിരുന്നു. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് വാക്യങ്ങൾ എഴുതിക്കൂടെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. സ്നേഹം താൻ ശക്തി. ഈ കഥ നമ്മളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടന് 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നു പറ്റി. അതുകൊണ്ട് കുറച്ച് ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്തു വെച്ച് മൈനയുടെ നേർക്കു ലാക്ക് നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു, ചേട്ടാ, പാവം മൈന, എന്തിനാണതിനെ കൊല്ലുന്നത്? അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഭാവവ്യത്യാസങ്ങൾ വരുത്തി വേണം വായിച്ചു നോക്കാൻ. ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.